Hi all, welcome back. നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ 4 എക്സ്പെരിമെൻറ്റ്സ് പഠിച്ചു. വാട്ടർ കണ്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ബൈ ഓവൻ ഡ്രൈവിംഗ് മെത്തേഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പൈക്നോമീറ്റർ മെത്തേഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ മെത്തേഡ്, അതുപോലെ ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിച്ച് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ കോർ കട്ടർ മെത്തേഡ് വഴി ഇങ്ങനെ 4 എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മൾ പഠിച്ച 4 എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ആ 4 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരുപാട് പ്രോപ്പർട്ടീസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു ബിൽഡിങ് സോയിലിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം ആ സോയിലിൻ്റെ സ്ട്രെങ്ത് അറിയണം. സോയിലിൻ്റെ സ്ട്രെങ്ത് അറിഞ്ഞാലത് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഫൗണ്ടേഷനിൽ സോയിലിലേക്കാണ് ലോഡ് മുഴുവൻ പോകുക. സോ അതിന് നമ്മൾ ബേസിക് ആയിട്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനുണ്ട്. ആ പ്രോപ്പർട്ടീസിനെ ക്ലാസിഫൈ ചെയ്യും. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള 4 പ്രോപ്പർട്ടീസാണ് നമ്മൾ 4 എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. സോ ആ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ പ്രോപ്പർട്ടീസിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ കാണാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് വിത്ത് വാട്ട് ആർ ദോസ് പ്രോപ്പർട്ടീസ്, അല്ലേ? സോ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. നമ്മൾ ജനറലി സോയിലിൻ്റെ പ്രോപ്പർട്ടീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. സോ സോയിൽ പ്രോപ്പർട്ടീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, ഒന്നാമത്തത് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്, രണ്ടാമത്തത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്ന ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്താണെന്ന്. സോ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് നമ്മുടെ മൊഡ്യൂളിലോട്ട് കടക്കുകയാണ് ഇവിടെ. സോ സോയിൽ പ്രോപ്പർട്ടീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റി, പെർമിയബിലിറ്റി, മൂന്നാമത്തത് ഷിയർ സ്ട്രെങ്ത്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഷേപ്പ് ഓഫ് ഗ്രെയിൻസ്, റിലേറ്റീവ് ഡെൻസിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. മുകളിലുള്ളതാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് കാണും, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് കാണും. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിന്റെ ഫസ്റ്റ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെരിമെന്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. നമുക്ക് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ സോയിലിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ബിൽഡിംഗ് സോയിലിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എവിടെയാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ദാറ്റ് സോയിൽ ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഓൾ ദ ലോഡ്സ് കമ്മിങ് ഫ്രം ദ സ്ട്രക്ചർ, അല്ലേ? സോ സോയിലിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്. സോ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ചെയ്യുക, സോയിലൊക്കെ ടെസ്റ്റ് ചെയ്ത് സോയിലിന്റെ സ്ട്രെങ്ത് ഇതാണ് എന്ന് പറഞ്ഞ് ആ സ്ട്രെങ്ത്തിനനുസരിച്ചാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് ദോസ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ. എന്ന് വെച്ചാൽ എന്താ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കൊടുക്കുന്ന ഇൻപുട്ട്, അതായത് സോയിലിന്റെ സ്ട്രെങ്ത് ഇതാണ് എന്ന് കണ്ടുപിടിക്കാൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിന് ആവശ്യമുള്ള പ്രോപ്പർട്ടീസിനെയാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതായത് സോയിലിന്റെ സ്ട്രെങ്ത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. സോ ഈ പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ നമുക്ക് സോയിലിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെയാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ഡിസൈൻ ഓഫ് ദ സ്ട്രക്ചർ ബിൽഡ് ഓൺ സോയിൽ. നമ്മൾ മണ്ണിൻ്റെ മുകളിൽ ഏത് സ്ട്രക്ചറോ ബിൽഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡിസൈനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. ഇൻ അതർ വേർഡ്സ്, സോയിലിന്റെ സ്ട്രെങ്ത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് കാണാം. നേരത്തെ നിങ്ങൾ ഫ്ലോ ചാർട്ടിൽ കണ്ടിരിക്കും. സെയിം നമുക്കൊന്നുകൂടെ നോക്കിയാൽ, ഫസ്റ്റത്തെ പ്രോപ്പർട്ടി പെർമിയബിലിറ്റി, നെക്സ്റ്റ് വൺ കംപ്രസിബിലിറ്റി, തേർഡ് വൺ ഷിയർ സ്ട്രെങ്ത്. സോ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് നമ്മൾ വിശദമായിട്ട് ഡീൽ ചെയ്യുന്ന അടുത്ത മൊഡ്യൂളുകളാണ്. എന്നാൽ നമുക്ക് പെർമിയബിലിറ്റി എന്താ, കംപ്രസിബിലിറ്റി എന്താ, ഷിയർ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. സോ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ബേസിക് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ വോയിഡ് റേഷ്യോ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പെർമിയബിലിറ്റി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോയിലിൽ വോയിഡ്സ് ഉണ്ടല്ലേ, സോയിലിൽ വോയിഡ്സ് ഉണ്ട്. ആ വോയിഡ്സിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യും. മഴക്കാലമാകുമ്പോൾ വെള്ളം ഇറങ്ങും, വെള്ളം ഫ്ലോ ഒക്കെ ചെയ്യും. സോ പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ സോയിലിലൂടെ വാട്ടറിന് പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് പെർമിയബിലിറ്റി എന്ന് പറയാം. സോ
Permeability is the facility with which water can flow through soil. Okay, ആ ഫെസിലിറ്റിക്കാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. സോ വോയിഡ്സിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യാനുള്ള ഫെസിലിറ്റിക്കാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയാം. സോ എന്തിനാണ് പെർമിയബിലിറ്റി പഠിക്കുക? ഞാൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോയിലിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ നമ്മൾ സോയിൽ അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചറിൽ സോയിലിൽ വരുമ്പോൾ സോയിലിന് രണ്ട് തരത്തിലുള്ള ഫെയിലിയർ ഉണ്ടാവും എന്നാ പറയാം. ഒന്നാമത്തെ ഫെയിലിയർ സെറ്റിൽമെന്റ് ആണ്, രണ്ടാമത്തെ ഫെയിലിയർ ഷിയർ ഫെയിലിയർ ആണ്. ഷിയർ ഫെയിലിയർ എന്താണെന്ന് ഷിയർ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ പറയാം. സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മണ്ണ് പതുക്കെ താന്നു ബിൽഡിംഗ് ഒരു വശത്ത് ചെരിഞ്ഞു. ഇപ്പോൾ സോയിലിൽ വോയിഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. വോയിഡ്സിൽ എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്. സോ എയറും വാട്ടറും പോയി കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് തമ്മിൽ അടുക്കും. അങ്ങനെ പാർട്ടിക്കിൾസ് തമ്മിൽ അകന്ന് സോയിലിന്റെ വോളിയം കുറയുന്നതിനാണ് നമ്മൾ സെറ്റിൽമെന്റ് എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെ ഒരു ബിൽഡിങ്ങിന് സെറ്റിൽമെന്റിന് കാരണമാവാൻ പെർമിയബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പെർമിയബിലിറ്റിയെ കുറിച്ച് പഠിക്കും. സോ അപ്പോൾ കൂടുതലായിട്ട് കാണും. സോ ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക, പെർമിയബിലിറ്റി എഫക്ട്സ് ദ സെറ്റിൽമെന്റ്. രണ്ടാമത് സീപ്പേജ്. സോ ഞാൻ പറഞ്ഞു എന്തായിരുന്നു പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി ഈസ് ദ ഫെസിലിറ്റി വിത്ത് വിച്ച് വാട്ടർ ക്യാൻ ഫ്ലോ ത്രൂ സോയിൽ. അങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനെയാണ് സീപ്പേജ് എന്ന് പറയാം. വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഫെസിലിറ്റി അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റിക്കാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫ്ലോയ്ക്കാണ് സീപ്പേജ് എന്ന് പറയാം. ഓക്കെ, സീപ്പേജ് ഇസ് ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ വോയിഡ്സ് ഇൻ ദ സോയിൽ. സോ ഒരു മഴക്കാലം വരുമ്പോൾ വെള്ളത്തിന്റെ ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സീപ്പേജ് അനാലിസിസ് ചെയ്യണം. ഇപ്പം നമ്മൾ ഡാമൊക്കെ ആണെങ്കിലും എർത്ത് ഡാമൊക്കെ ആണെങ്കിലും സീപ്പേജ് അനാലിസിസ് ചെയ്ത് സ്ട്രീം ലൈൻസ് ഒക്കെ വരയ്ക്കും. എന്താ വെച്ചാൽ എങ്ങനെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള ലൈൻസ് ഒക്കെ വരച്ചിട്ട് അനാലിസിസ്. സീപ്പേജ് അനാലിസിസ് വലിയൊരു പോർഷൻ ആണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. സോ സീപ്പേജ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി വൈൽ കൺസിഡറിംഗ് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്. അടുത്തത് ഈൽഡിംഗ് ഓഫ് വെൽസ്. നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, അറിയാമല്ലേ? സോ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവലിലായിരിക്കുമല്ലോ നമ്മുടെയൊക്കെ വെല്ലിലെ വാട്ടർ. അതെന്തുകൊണ്ടാണ്? സോ നമ്മുടെ ചുറ്റുമുള്ള നമ്മളൊരു കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ള പ്രദേശത്തു നിന്ന് വാട്ടർ വെല്ലിലോട്ട് പെർക്കുലേറ്റ് ചെയ്ത് വരികയാണ് അല്ലേ? അങ്ങനെ വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് വരുന്നതിനാണ് എന്ന് വെച്ചാൽ സറൗണ്ടിങ്ങിൽ നിന്ന് നമ്മുടെ കിണറിലേക്ക് വെള്ളം വരുന്നതിനാണ് ഈൽഡിംഗ് എന്ന് പറയാം. സോ ഈൽഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കപ്പം തന്നെ മനസ്സിലാവും ഇറ്റ് ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് ഓൺ പെർമിയബിലിറ്റി. സോ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പെർമിയബിലിറ്റി പഠിക്കുക. സോ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ ഫെസിലിറ്റി വിത്ത് വിച്ച് വാട്ടർ ക്യാൻ ഫ്ലോ ത്രൂ ദ സോയിൽ. അടുത്തത് കംപ്രസിബിലിറ്റി. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്ന വേറൊരു കാര്യമാണ് കംപ്രസിബിലിറ്റി. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കോമ്പാക്ഷൻ പഠിക്കും. അതല്ലാതെ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. സോ ഈ രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് കംപ്രസിബിലിറ്റി. സോ കംപ്രസിബിലിറ്റി വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു കംപ്രഷൻ കൊടുക്കുമ്പോൾ കംപ്രസ് ആവാനുള്ള കപ്പാസിറ്റിയാണ് കംപ്രസിബിലിറ്റി. നമ്മളിപ്പം എക്സാമ്പിൾ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ ലോഡ് മുഴുവൻ കംപ്രസീവ് ഫോഴ്സ് ആയിട്ടുള്ള സോയിലോട്ട് ആക്ട് ചെയ്യാം. സോ നമ്മൾ താഴുന്ന പോലെയുള്ള ഫോഴ്സ് ആണ്, കംപ്രഷൻ ഫോഴ്സ് ആണ്. സോ കംപ്രഷൻ ഫോഴ്സിനുള്ള സോയിലിന്റെ റെസ്പോൺസിനെ നമുക്ക് കംപ്രസിബിലിറ്റി എന്ന് പറയാം. സോ കംപ്രസിബിലിറ്റി ഈസ് ദ ഡിഫോർമേഷൻ ഇൻ സോയിൽ വെൻ സബ്ജക്റ്റഡ് ടു കംപ്രസീവ് ലോഡ്. സോയിലിൽ കംപ്രസീവ് ലോഡ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഡിഫോർമേഷനെയാണ് കംപ്രസിബിലിറ്റി എന്ന് പറയാം. എങ്ങനെയാണ് ആ ഡിഫോർമേഷൻ സംഭവിക്കുക? സോയിലിൽ വോയിഡ്സ് ഉണ്ട്. സോ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വോയിഡ്സിലെ എയർ പോവാം, വോയിഡ്സിലെ വാട്ടർ പോവാം. അങ്ങനെ നടക്കുന്ന ഡിഫോർമേഷനെയാണ് കംപ്രസിബിലിറ്റി എന്ന് പറയാം. സോ സോയിൽസിലെ എയർ പോകുന്നതിനെ നമ്മൾ കോമ്പാക്ഷൻ എന്ന് വിളിക്കും. സോ നമ്മൾ കോമ്പാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ സോയിലിനെ നല്ല തിക്കായിട്ട് പാർട്ടിക്കിൾസിനെ അടുപ്പിക്കുക എന്നുള്ള അർത്ഥം. സോ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ വോയിഡ്സിലെ എയർ പോകുന്നതാണ്. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ വോയിഡ്സിലെ വാട്ടർ പോകുന്നതാണ്. സോ ദിസ് ഈസ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നാൽ മനസ്സിലായിട്ടുണ്ടാവും. എഫക്ട്സ് സെറ്റിൽമെന്റ്. അടുത്തത് ഷിയർ സ്ട്രെങ്ത്. ഷിയർ എന്താണെന്നറിയാം, രണ്ട് സർഫസസ് തമ്മിലുള്ള ആ ലെയർ ബൈ ലെയർ ഫോഴ്സിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയാം. രണ്ടെണ്ണം സ്ലൈഡ് ചെയ്യുന്ന ഫോഴ്സ് അതല്ലേ, അതാണ് ഷിയർ സ്ട്രെങ്ത്. സോയിലിൽ നടക്കുന്ന ഫെയിലർ ഞാൻ ഇപ്പോൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഒന്നെങ്കിൽ സെറ്റിൽമെന്റ് ഫെയിലർ ആയിരിക്കാം അല്ലെങ്കിൽ ഷിയർ ഫെയിലർ ആയിരിക്കും. ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഷിയർ ഫെയിലർ സംഭവിക്കും. ഈ ഫെയിലറിനെ കുറിച്ച് നമ്മൾ ഇതൊന്നും മൂന്നാമത്തെ മൊഡ്യൂളിലും നാലാമത്തെ മൊഡ്യൂളിലും നമ്മൾ കാണും എങ്ങനെയാണ് സോയിൽ ഫെയിൽ ചെയ്യാറ്. സോ ഷിയർ ഫെയിലർ ഉണ്ടാകുന്ന സോയിലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. സോ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഷിയർ സ്ട്രെങ്ത്.
So ability of soil to resist shear stresses, shear strength, affects stability of slopes. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്തിനൊക്കെയാണ് ആപ്ലിക്കേഷൻ ഓഫ് സോയിൽ മെക്കാനിക്സ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലേ. ഒരു സ്ലോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റി, സ്ലോപ്പിൽ നടക്കുന്ന ഷിയർ ആണ് അല്ലേ, ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ സോയിൽ ഗ്രെയിൻസ് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ലോഡ് വരുമ്പോൾ ഇത് തമ്മിൽ ഷിയർ ഉണ്ടാവും. ആ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ സോയിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഫെയിൽ ആവും. ഇതുപോലെ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ റീറ്റെയിനിങ് വാള് കെട്ടുകയാണെങ്കിൽ ആ റീറ്റെയിനിങ് വാളിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തുകൊണ്ട്, എർത്തിന്റെ പ്രഷർ, അത് ഏത് സോയിലാണോ റിട്ടേൺ ചെയ്യുന്നത് അതുകൊണ്ടുണ്ടാകുന്ന എർത്തിന്റെ പ്രഷറാണ് എർത്ത് പ്രഷർ. അടുത്തത് ബിയറിംഗ് കപ്പാസിറ്റി. ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഒരു ബിൽഡിംഗ് സോയിലിന്റെ മുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് വരുന്ന ഫോഴ്സ് സോയിലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയണം അല്ലേ. അതിനൊരു കപ്പാസിറ്റി ഉണ്ട് സോയിൽ. ആ കപ്പാസിറ്റിക്കാണ് നമ്മൾ പറയാ ബിയറിംഗ് കപ്പാസിറ്റി. സോ ഒരു ബിൽഡിങ്ങിന് ഫോഴ്സ് വന്നു കഴിയുമ്പോൾ ആ സോയിലിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ബിയറിംഗ് കപ്പാസിറ്റി. സോ ബിയറിംഗ് കപ്പാസിറ്റിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കും. അപ്പൊ നിങ്ങൾ കാണും അതിൻ്റെ അകത്ത് ഷിയർ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സോ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഇൻ ജനറൽ നമ്മൾ പറഞ്ഞാൽ എന്താണ്, ഒരു സോയിലിന്റെ സ്ട്രെങ്ത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സോയിലിന്റെ സ്ട്രെങ്ത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാൽ ആ സ്ട്രക്ചറിന്റെ ഡിസൈനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ്സ്, ഡിറ്റർമിനേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്, നമ്മളെല്ലാ പ്രോപ്പർട്ടീസ് എക്സ്പെരിമെന്റ് വഴിയല്ലോ കണ്ടുപിടിക്കുക അല്ലെ. വാട്ടർ കണ്ടന്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ആ എക്സ്പെരിമെന്റ്സിന്റെ കുഴപ്പം വലിയൊരു ലാബോറട്ടറിയിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കൺസോളിഡേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഇപ്പൊ കംപ്രസിബിലിറ്റി ചെക്ക് ചെയ്യാൻ കുറെ സമയം എടുക്കും അല്ലെ. സോ ഡിറ്റർമിനേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഇലാബറേറ്റ് ആൻഡ് ടൈം കൺസ്യൂമിങ്, ഒരുപാട് പ്രോസസ്സുള്ള, ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീന്റെ ഡിറ്റർമിനേഷൻ. സോ നമുക്കൊരു സൈറ്റിൽ പോയിട്ട് സോയിൽ കണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന്റെ ഡിറ്റർമിനേഷൻ കൊണ്ട് പറ്റില്ല. സോ നമുക്ക് അപ്രോക്സിമേറ്റ്, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു സർവേ നടത്തി കഴിയുമ്പോൾ ആദ്യമേ പോയിട്ട് പ്ലോട്ടിനെ കംപ്ലീറ്റ് സർവേ ചെയ്യല്ല ചെയ്യുക, ഒരു റെക്കഗ്നൈസൻസ് നടത്തുക അല്ലെ. വെറുതെ ഇതിലേക്കൂടെ നടന്നു എന്താണ് ടോട്ടൽ ഒരു ഐഡിയ വരുത്തും. ഇതുപോലെ സോയിൽ മെക്കാനിക്സിൽ ഒരു ഐഡിയ വരുത്തേണ്ട കാര്യമുണ്ട്. സോ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഒരുപാട് സമയമെടുത്ത് ഒരുപാട് പ്രോസസ്സുള്ള ഡിറ്റർമിനേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം, ഫാസ്റ്റ് ആയിട്ട് റഫായിട്ട് ആ സോയിലിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ സോയിലിന്റെ ക്വാളിറ്റി, ആ സോയിലിന്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് വേണം. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുക. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് പോലെ സോയിലിന്റെ സ്ട്രെങ്ത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഡസ് നോട്ട് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ഇൻ സോയിൽ. കാരണം എന്താ, ഇറ്റ് ഈസ് എ റഫ് എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു റഫ് അസസ്മെന്റ് മാത്രമാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. സോ അതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. പക്ഷേ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ ഈ സോയിലിന് ഇന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ആയിരിക്കാം എന്ന് നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. നല്ല ഇപ്പം അതിന്റെ വാട്ടർ കണ്ടന്റ് അറിഞ്ഞാൽ, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിഞ്ഞാൽ, നമ്മളിപ്പം ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പഠിക്കും. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സോയിൽ ഇന്ന രീതിയിൽ നല്ലതായിരിക്കും, ഈ സോയിലിന് ഇന്നതൊക്കെ പ്രശ്നം ഉണ്ടാവും, സോ ഇതിന്റെ ഷിയർ സ്ട്രെങ്ത് ഇങ്ങനെയായിരിക്കും, ഇതിന് ഇത്ര പെർമിയബിലിറ്റി ഉണ്ടാവും എന്നൊക്കെ വേഗമായിട്ട് ഒരു ഐഡിയ കിട്ടും. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ദേ ഇൻഡിക്കേറ്റ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. ഡയറക്റ്റ് ആയിട്ട് സ്ട്രെങ്ത്തിനെ നമുക്ക് മനസ്സിലാക്കി തരില്ലെങ്കിലും ഒരു റഫ് എസ്റ്റിമേറ്റ് അബൌട്ട് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് തരും. ഇനി ഇതെങ്ങനെയാ തരിക എന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ. സോ ബേസിക്കലി ഇൻഡെക്സ് പ്രോപ്പർട്ടീസിന് വേറൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ ഒബ്ടൈൻഡ് ബൈ ഡൂയിങ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ഇൻ സോയിൽ എന്നാണ് പറയാം. സോയിലിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് സോയിലുണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട്. ആ സോയിലിനെ പല ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കും. അങ്ങനെ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കാനുള്ള ടെസ്റ്റുകൾ നടത്തി അതിൽ നിന്ന് കണ്ടുപിടിക്കുന്ന പ്രോപ്പർട്ടീസിനെയാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. സോ ഒരു സോയിലിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആ ഗ്രൂപ്പിന് ഇന്ന പ്രോപ്പർട്ടീസ് ഒക്കെ വരാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഐഡന്റിഫിക്കേഷനും സോയിലിന്റെ ക്ലാസിഫിക്കേഷനും സഹായിക്കുന്നു. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനെ നേരത്തെ ഞാനൊരു 5 പ്രോപ്പർട്ടീസ് ഫസ്റ്റ് സ്ലൈഡിൽ എഴുതിയിരുന്നു.
അതിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഗ്രെയിൻസ്. സോയിൽ ഗ്രെയിൻസിന്റെ പ്രോപ്പർട്ടി. സോ നമ്മൾ സോയിലിന്റെ 3 phase സിസ്റ്റം പഠിച്ചു അല്ലേ? 3 phase സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, സോളിഡ് ഗ്രെയിൻസും ഉണ്ട്. സോ ആ ഗ്രെയിൻസിന്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, സോയിലിലെ സോളിഡ് ഗ്രെയിൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഗ്രെയിൻസ് അല്ലെങ്കിൽ സോളിഡ് ഗ്രെയിൻസ് എന്ന് നമുക്ക് പറയാം. ഇനി സോയിലിലെ അഗ്രിഗേറ്റ് ആയിട്ട് സോയിൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ വോയിഡ്സും ഉണ്ടാവും, സോളിഡ്സും ഉണ്ടാവും. ടോട്ടൽ സോയിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ മാസ് എന്ന് പറയും. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഗ്രെയിൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ മാസ്. സോ സോയിൽ ഗ്രെയിൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഞാൻ പറഞ്ഞു സോയിലിൽ പല സോളിഡ്സ് ഉണ്ട്, സോളിഡ് ഗ്രെയിൻസ് ഉണ്ട്. ഒരുപാട് സോയിലിന്റെ ഡെഫിനേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞ കമ്പോസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് സ്മോൾ ഗ്രെയിൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡെഫിനേഷൻ അന്ന് പഠിച്ചത് അല്ലെ? സോ ഒരുപാട് ചെറിയ ചെറിയ ഗ്രെയിൻസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കമ്പോസ് ചെയ്താണ് സോയിൽ എന്ന് പറയുന്ന മാസ്. സോ അതിൽ ഓരോ പാർട്ടിക്കിൾസിനും ഓരോ സൈസ് ആയിരിക്കും, ഓരോ വലുപ്പമായിരിക്കും, ഓരോ ഷേപ്പ് ആവും. സോ ആ ഷേപ്പ്, ആ വലുപ്പം, ആ സൈസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും ആ സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ. സോ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷനും ഷേപ്പ് ഓഫ് ഗ്രെയിനും പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റി. സോ നമ്മൾ ഈ വോയിഡ് റേഷ്യോനെ വെച്ച് കണ്ടുപിടിക്കുന്ന ഒരു ഡെൻസിറ്റി കമ്പാരിസൺ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. അത് നമ്മൾ അടുത്തത് പഠിക്കും. അതുപോലെ കൺസിസ്റ്റൻസി ലിമിറ്റ് അല്ലെങ്കിൽ അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ മൊഡ്യൂളിന്റെ അവസാനം നമ്മൾ പഠിക്കും. അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണും അത് ഒരു സോയിൽ മാസിന് കംപ്ലീറ്റ് ആയിട്ട്, സോയിൽ ഗെയിൻസിനല്ല, എൻ്റയർ സോയിൽ മാസിന്, ആ വോയിഡ്സിലെ വാട്ടറിന്റെ കംപ്രഷനും എല്ലാം ഡിപ്പെൻഡ് ചെയ്തു. സോയിലിലെ വോയിഡ്സും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റിയും കൺസിസ്റ്റൻസി ലിമിറ്റ്സും ഒക്കെ പഠിക്കുന്നത്. അതിൽ വോയിഡ് റേഷ്യോ ഒക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് വരും. കൺസിസ്റ്റൻസി ലിമിറ്റ് പഠിക്കുമ്പോൾ വാട്ടർ കണ്ടന്റ്, വാട്ടർ പോകുന്നത് പ്ലാസ്റ്റിക് സ്റ്റേറ്റും ഒക്കെ കണ്ട് അറ്റർബർഗ് ലിമിറ്റ്സും പഠിക്കും. സോ അത് എൻ്റെ സോയിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. ദാറ്റ് ഈസ് റിലേറ്റീവ് ഡെൻസിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ലിമിറ്റ്. സോയിലിലെ ഗ്രെയിൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷനും ഷേപ്പ് ഓഫ് ഗ്രെയിൻസ്. സോ ഇതാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. ഇതല്ലാതെ നിങ്ങൾ ചില ടെക്സ്റ്റ് ബുക്കുകളോ ഓൺലൈൻ വീഡിയോസ് ഒക്കെ കണ്ടാലോ വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇൻസിറ്റു ഡെൻസിറ്റി, ഇതൊക്കെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആയിട്ട് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസിൻ്റെയും ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യം വരും വാട്ടർ കണ്ടന്റും സ്പെസിഫിക് ഗ്രാവിറ്റിയും ഡെൻസിറ്റിയും ഒക്കെ. അതുകൊണ്ട് തന്നെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആയിട്ട് ഇവയെ കൺസിഡർ ചെയ്തില്ലെങ്കിലും ദേ ആർ ആക്ച്വലി ഗിവിങ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് അല്ലേ? ഇതിന്റെ എല്ലാം ബേസിസ് ആയിട്ട് അത് വരുന്നുള്ളതുകൊണ്ട് അതിനെ നമുക്ക് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആയിട്ട് കാണാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു, സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ വഴി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ നടത്തിയിട്ട് കിട്ടുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് അല്ലേ? സോ അതുകൊണ്ടാണ് ഞാൻ ഈ 4-5 പ്രോപ്പർട്ടീസിലോട്ടായിട്ട് ഇതിനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഷേപ്പ് ഓഫ് ഗ്രെയിൻ, റിലേറ്റീവ് ഡെൻസിറ്റി, കൺസിസ്റ്റൻസി ലിമിറ്റ്സ്. സോ ഇതാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത്തിനെ ഡയറക്റ്റ് ആയിട്ട് സോയിലിന്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. അതാണ് നമ്മൾ ഡിസൈന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു, പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി ആൻഡ് ഷിയർ സ്ട്രെങ്ത്. പക്ഷെ ഇത് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് എലാബറേറ്റ് ആയതുകൊണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ കുറെ സമയം എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു റഫ് ഐഡിയയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. ആ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. ആ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഇൻഡയറക്ട്ലി ഗീവ് us an ഐഡിയ അബൌട്ട് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. സോ ഇതാണ് പ്രോപ്പർട്ടീസ്. സോ ഈ മൊഡ്യൂളിൽ നമ്മൾ ഏകദേശം പകുതിയായി. ഇനി അങ്ങോട്ട് ഡീൽ ചെയ്യാൻ പോകുന്നു ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ മൂന്നാമത്തെ പോയിന്റ് എഴുതിയിട്ടുണ്ടല്ലോ, ഹെൽപ്സ് ഇൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ. സോ എന്തുകൊണ്ടാണ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. സോ നമ്മളിനി കാണാൻ പോകുന്നത് എന്തിനാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. സോ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ വഴി ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടും. സോ ക്ലാസിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ആണുള്ളത്, ആ സോയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാനുള്ള ടെസ്റ്റ് ഏതൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെസസിറ്റി ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, സോ എന്തിനു വേണ്ടിയാണ് സോയിലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? നിങ്ങളിവിടെ കുറേ ഇമേജസ് കാണുന്നുണ്ടല്ലേ. സോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ ഈ എൻ്റയർ വേൾഡിൽ ദർ ആർ ലോട്ട് ഓഫ് ടൈപ്സ് ഓഫ് സോയിൽ അല്ലേ? ഒരുപാട് ടൈപ്പ് സോയിലുണ്ട്.
So നമുക്ക് ഓരോ സോയിലായിട്ട് എടുത്ത് അതിന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ച് ആ പ്രോപ്പർട്ടീസ് വെച്ച് ആ സോയിലിനെ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം there are vast varieties of soil. ഇവിടെയുള്ള സോയിൽ ആയിരിക്കില്ല വേറൊരു രാജ്യത്തുള്ളത്, വേറൊരു രാജ്യത്തുള്ളതല്ല വേറൊരു രാജ്യത്തുള്ളത്. സോ ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. സോ ഒരു സോയിലിന്റെ ഓരോ സോയിലായിട്ട് എടുത്ത് തന്നെ പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ഗെറ്റ് ബൈ ക്ലാസിഫൈങ് സോയിൽ ഈസ് ദാറ്റ് നമ്മൾ ഓരോ സോയിൽ അനലൈസ് ചെയ്യുന്നതിന് പകരം ഒരു ഗ്രൂപ്പ് ഓഫ് സോയിലിനെ അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഈസിയർ ടു അനലൈസ് എ ഗ്രൂപ്പ് ദാൻ ആൻ ഇൻഡിവിജ്വൽ സോയിൽ. സോ സോയിലിൽ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ഏകദേശം ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള സോയിൽസിന് മുഴുവൻ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. സോ അതുകൊണ്ട് നമ്മുടെ പ്രോസസ്സ് ഇച്ചിരി കൂടെ ഈസിയർ ആവുന്നു. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ദാറ്റ് വി ആർ ഏബിൾ ടു സ്റ്റഡി the behavior of a group rather than an individual soil sample. Okay. അടുത്തത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കിട്ടുന്നത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്നാണ് അല്ലെ. സോയിലിൽ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കിട്ടുക. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ കണ്ടു. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് അപ്രോക്സിമേറ്റ്ലി ഗീവ്സ് an idea about engineering properties. So engineering properties എന്ന് പറഞ്ഞാൽ സോയിലിന്റെ സ്ട്രെങ്ത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. സോ ക്ലാസിഫൈ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് കിട്ടും? വി ആർ അപ്രോക്സിമേറ്റ്ലി ഗെറ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് പ്രൊവൈഡ്സ് എ കോമൺ ലാംഗ്വേജ് ബിറ്റ്വീൻ എഞ്ചിനീയേഴ്സ് ഡീലിംഗ് വിത്ത് സോയിൽ എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻ കാണാം. സോ ഒരു ഗ്രൂപ്പ് ഓഫ് സോയിലിൽ ഞാനൊരു പേര് കൊടുത്തു, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. സോ ആ പ്രോപ്പർട്ടീസ് ആ സോയിലിന്റെ പ്രോപ്പർട്ടി ഇതാണെന്ന് ഞാൻ ഇവിടെ സോയിലിന്റെ പ്രോപ്പർട്ടി എനിക്ക് പറയേണ്ട കാര്യമില്ല. ആ സോയിൽ ഇന്ന ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയാലും അയാൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ സോയിലിന് ഇന്ന പ്രോപ്പർട്ടീസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ തേർഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫൈങ് സോയിൽ ഇസ് ദാറ്റ് if you are classifying a soil into a particular group, any geotechnical engineer throughout the world will know these are the properties of this soil. So easy ആയിട്ട് അയാൾക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. So that is when a soil is classified to a group, people anywhere will be able to know its properties. So നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്. ഒന്നാമത് ഒരു ഇൻഡിവിജ്വൽ സോയിലിനേക്കാളും ഒരു ഗ്രൂപ്പിനെ പഠിക്കുന്നത് ഈസിയർ ആയിട്ടാണ്. കാരണം ലോകത്ത് ഇഷ്ടംപോലെ സോയിലുണ്ട് അല്ലെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനോട് നമുക്ക് കിട്ടും. മൂന്നാമത്തത് ലോകത്ത് എവിടെയുള്ള ഒരാൾക്കും ഒരു സോയിലിന്റെ ഗ്രൂപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സോയിൽ കാണാതെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിൽ ഒന്നാമത് പഠിക്കാൻ പോകുന്നത് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. സോ അതിനു മുൻപ് നമുക്ക് സോയിലിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ വേണം. സോ അതിന് നമ്മൾ സോയിലിന്റെ IS ക്ലാസിഫിക്കേഷൻ, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ, ISC എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ. സോ IS ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ നമുക്ക് കാണാം. സോ IS ക്ലാസിഫിക്കേഷൻ ഒരു 18 ഗ്രൂപ്പുള്ള വലിയൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഗ്രെയിൻ സൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗ്രെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ല, സോളിഡ് ഗ്രെയിൻസ് ആണ്. സോ സോളിഡ് ഗ്രെയിൻസിന്റെ സൈസിനെ വെച്ച് മാത്രമുള്ള ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ നമ്മൾ കാണാൻ പോവുകയാണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രെയിൻ സൈസ്. ഇനി എന്താണ് ആ ക്ലാസിഫിക്കേഷൻ നോക്കാം. സോ അതിലാദ്യം നമ്മൾ ഒരുപാട് സീവുകളെ കുറിച്ച് പഠിക്കും. ഇനി സീവ് അനാലിസിസ് നമ്മൾ ആദ്യം കാണാൻ പോകും. സോ സീവിന് ഒരു സൈസ് ഉണ്ട്, 75 മൈക്രോൺ. അങ്ങനെ പല സൈസിലും. മൈക്രോൺ എന്ന് വെച്ചാൽ എത്ര? 1/1000 മില്ലിമീറ്റർ ആണ് അല്ലേ. സോ 75 മൈക്രോൺ, അതുപോലെ 4.75 mm, 80 mm, അങ്ങനെ പല സീവ് സൈസുകളുണ്ട്. ആ സീവ് സൈസ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന സോയിൽ അതിനേക്കാൾ ഫൈനറാണ് അല്ലെ. അതിൽ റീറ്റെയിൻ ചെയ്യുന്നത് അതിനേക്കാൾ കോസറാണ്. എന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ സൈസ് ഉള്ളത് റീറ്റെയിൻ ചെയ്യും, അതിനേക്കാൾ കുറവ് സൈസ് ഉള്ളത് പാസ് ചെയ്യും. ഇതാണ് ഈ ക്ലാസിഫിക്കേഷൻ്റെ അല്ലെ സൈസസിന്റെ ബേസിസ് എന്ന് പറയുന്നത്. സോ 75 മൈക്രോൺ ആണ് നമ്മുടെ ഒന്നാമത്തെ സോയിൽ IS ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൗണ്ടറി ലൈൻ. സോ 75 മൈക്രോണിനേക്കാൾ കുറവ് സൈസ്, അതായത് 75 മൈക്രോൺ സീവിലൂടെ നമ്മൾ അരിക്കുകയാണെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന സോയിലിനെ നമ്മൾ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് വിളിക്കും. സോ ഫൈൻ ഗ്രെയിൻ സോയിൽ എന്ന് പറഞ്ഞാൽ 75 മൈക്രോണിനേക്കാൾ താഴെ സൈസ് ഉള്ളതാണ് ഫൈൻ ഗ്രെയിൻ സോയിൽ. 75 മൈക്രോണിനേക്കാൾ
കൂടുതൽ സൈസ് ഉള്ളതാണ് കോഴ്സ് ഗ്രൈൻഡ് സോയിൽ. ഫൈൻ ഗ്രൈൻഡ് സോയിൽ എന്ന് വെച്ചാൽ 75 മൈക്രോണിനേക്കാൾ കൂടുതൽ, കുറവ്. കോഴ്സ് ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ 75 മൈക്രോണിനേക്കാൾ കൂടുതൽ. ഓക്കെ, ഇനി ഫൈൻ ഗ്രൈൻഡ് സോയിലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഫൈൻ ഗ്രൈൻഡ് സോയിൽ 2 ടൈപ്പാണുള്ളത് ബേസ്ഡ് ഓൺ ഇറ്റ് സൈസ്. സോ 2 മൈക്രോൺ ആണ് അതിന്റെ ബൗണ്ടറി ലൈൻ. 2 മൈക്രോണിനേക്കാൾ കുറവാണെങ്കിൽ, അതായത് 2 മൈക്രോൺ സി വി കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്ലേ എന്ന് വിളിക്കും. 2 മൈക്രോൺ കൂടുതൽ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് സി വി എന്ന സമയത്ത് ആ സീവിന്റെ ദ്വാരത്തിൽ കൂടെ പോകാതെ റീറ്റെയിൻ ചെയ്യുന്ന സോയിൽ ആണെങ്കിൽ അതിനെ നമ്മൾ സിൽട്ട് എന്ന് വിളിക്കും. സോ ഫൈൻ ഗ്രൈൻഡ് സോയിൽ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ക്ലേ ആൻഡ് സിൽട്ട്. ക്ലേനെ സി എന്ന് റെപ്രസെന്റ് ചെയ്യും, സിൽട്ടിനെ എം എന്ന് റെപ്രസെന്റ് ചെയ്യും. അടുത്ത നമുക്ക് കോഴ്സ് ഗ്രൈൻഡ് സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അതിന്റെ ബൗണ്ടറി ലൈൻസ് നോക്കാം. സോ 4.75 mm, 20 mm, 300 mm. നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജി പഠിച്ചപ്പോൾ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ ലാബ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിലൊക്കെ നമ്മൾ അഗ്രിഗേറ്റ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും അല്ലെ. കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും. അതായത് സാൻഡും നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന കോഴ്സ് അഗ്രിഗേറ്റും. സോ അതിന്റെ ഡിമാർക്കേഷൻ എന്ന് പറയുന്നത് 4.75 mm ആയിരുന്നു. സോ 4.75 mm കുറവ് ഫൈൻ അഗ്രിഗേറ്റ്, 4.75 mm കൂടുതൽ കോഴ്സ് അഗ്രിഗേറ്റ്. അതുപോലെ ഇവിടെ കോഴ്സ് ഗ്രെയിൻ സോയിലിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. 4.75 mm കുറവാണെങ്കിൽ അത് സാൻഡി സോയിലാണ്. 4.75 കൂടുതലാണെങ്കിൽ അത് ഗ്രേവലി സോയിലാണ്. സോ സാൻഡ് സോയിൽ എന്ന് പറഞ്ഞാൽ 4.75 mm സി വി കൂടെ സീവ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ പാസ് ചെയ്യുന്നത് സാൻഡി സോയിൽ, അതിൽ റിട്ടേൺ ചെയ്യുന്നത് ഗ്രേവലി സോയിൽ. ഇനി 20 mm സീവാണ് അടുത്തത്. സോ 20 mm സൈസിനേക്കാൾ കൂടുതലുള്ള 300 mm സൈസിനേക്കാൾ കുറവുള്ള സോയിലിനെ നമ്മൾ എന്ത് വിളിക്കും? കോബിൾ എന്ന് വിളിക്കും. സോ കോബിൾ എന്ന് വെച്ചാൽ 20 mm-ന്റെയും 300 mm-ന്റെയും ഇടയ്ക്ക് സൈസുള്ള ഗ്രെയിൻസ്, ഇടയ്ക്ക് സോയിൽ ഗ്രെയിൻസ് പാർട്ടിക്കിൾ സൈസുള്ള സോയിലിനെ നമ്മൾ കോബിൾ എന്ന് വിളിക്കും. 300 mm കൂടുതലാണെങ്കിൽ അതിനെ ബോൾഡർ എന്ന് വിളിക്കും. ഓക്കെ, സോ കോബിൾ, ബോൾഡർ, ഗ്രേവൽ, സാൻഡ്, സിൽ, ക്ലേ. ഇനി സാൻഡിനെയും ഗ്രേവലിനെയും ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ സാൻഡിന്റെ ബൗണ്ടറി ലൈൻസ് ഇതൊക്കെയാണ്. 425 മൈക്രോണും 2 mm. സോ 425 മൈക്രോണിൽ കൂടെ സീവ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ പാസ് ചെയ്യുന്ന സാൻഡിനെ ഫൈൻ സാൻഡ് എന്ന് വിളിക്കും. സോ ഫൈൻ സാൻഡ് എന്ന് പറഞ്ഞാൽ 425 മൈക്രോണിനേക്കാൾ ചെറിയ സൈസ് ഉള്ളത് ഫൈൻ സാൻഡ് ആണ്. ഗ്രേറ്റർ ദാൻ 75 മൈക്രോൺ, ലെസ് ദാൻ 425 മൈക്രോൺ. ഇനി ആ സീവ് ചെയ്യുന്ന സമയത്ത് 425 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്യുന്ന എന്നാൽ 2 mm കുറവുള്ള സാൻഡിനെ മീഡിയം സാൻഡ് എന്ന് പറയും. 425 മൈക്രോണിന്റെയും 2 mm ഇടയ്ക്കുള്ളത് മീഡിയം സാൻഡ് ആണ്. ഇനി 2 mm-ന്റെയും 4.75 mm ഇടയ്ക്കുള്ളത് കോഴ്സ് സാൻഡ് ആണ്. സോ സാൻഡിനെ ഫൈൻ സാൻഡ്, മീഡിയം സാൻഡ്, കോഴ്സ് സാൻഡ് എന്നിങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി ഗ്രേവലിന് ഇതുപോലെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ ബൗണ്ടറി ലൈൻ 20 mm ആണ്. സോ 4.75 mm-ന്റെയും 20 mm-ന്റെയും ഇടയ്ക്ക് സൈസുള്ള സോയിലിനെ, ഗ്രേവലിനെ നമ്മൾ ഫൈൻ ഗ്രേവൽ എന്ന് വിളിക്കും. 20 mm-ന്റെയും 20 mm-ന്റെയും ഇടയ്ക്കുള്ളതിന് കോഴ്സ് ഗ്രേവൽ എന്ന് പറയും. സോ ഇതാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഗ്രെയിൻ സൈസ്. ഇതിൽ മേജറായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് 75 മൈക്രോണിന്റെ ഫൈനർ ആയിട്ടുള്ളത് ഫൈൻ ഗ്രെയിൻ സോയിലാണ്. 75 മൈക്രോണിനേക്കാൾ കൂടുതലുള്ളത് കോഴ്സ് ഗ്രെയിൻ സോയിലാണ്. 4.75 mm-നേക്കാൾ താഴെയുള്ള സാൻഡാണ്, അതിൽ കൂടുതലുള്ളത് ഗ്രേവലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്ത ഡിസ്കഷനും നമുക്ക് ആവശ്യമുണ്ട്. സോ ദിസ് ഈസ് ദ ബേസിക് ക്ലാസിഫിക്കേഷൻ. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ 18 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പൊ 18 ഗ്രൂപ്പ്സ് ആയിട്ടില്ല, ഇനിയും ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ സോയിലിലൊക്കെ ഓർഗാനിക് കണ്ടന്റ് ഉണ്ടെങ്കിൽ, നമുക്കറിയാം സോയിലാണ് എല്ലാ മാറ്ററും അവസാനം ഡീകമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് അതിനെ വിളിക്കും. സോ ഓർഗാനിക് മാറ്റർ ഉള്ള സെപ്പറേറ്റ് കാറ്റഗറിനെ പീറ്റ് എന്ന് വിളിക്കും. അത് റെപ്രസെന്റ് ചെയ്യുന്നത് PT എന്നാണ്. ഇതല്ലാതെ സോ ഇനി ഈ സോയിലിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കൺസിസ്റ്റൻസി ഉപയോഗിക്കും. അതുപോലെ ഗ്രേഡിങ്. സോ നല്ല ഗ്രേഡ് എന്ന് വെച്ചാൽ എല്ലാ പാർട്ടിക്കിൾസും ഉള്ള സോയിലാണോ, പല സൈസുള്ള പാർട്ടിക്കിൾസിന് മിക്സ് ആണോ എന്നൊക്കെ വെച്ച് ഗ്രേഡിംഗ് എന്ന് പറയും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതുകൂടെ വെച്ച് 18 ഗ്രൂപ്പ്സ് ആയിട്ടാണ് സോയിലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് ബേസിസ് മാത്രമാണ്. സോ ഇത്രയുമാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ. എക്സ്റ്റൻഡഡ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ സിലബസിന്റെ സ്കോപ്പിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ യു ഹാവ് നൗ ആൻ ഐഡിയ അബൌട്ട് ഹൗ IS ക്ലാസിഫിക്കേഷൻ ഇസ് ഡൺ. ഈ ഐഡിയ വെച്ച് നമ്മൾ പതുക്കെ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷനിലോട്ട് കിടക്കുകയാണ്. സോ അതിനു മുന്നേ
ഒരു കാര്യം നമ്മൾ മൂന്നാമത്തെ പോയിന്റ് നെസസിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു എന്തായിരുന്നു, ഒരു സോയിലിന്റെ ഗ്രൂപ്പ് നമുക്ക് മനസ്സിലായാലും ആ സോയിൽ ഇന്ന ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് മനസ്സിലായാൽ ലോകത്ത് എവിടെയുള്ള ഒരാൾക്കും അതിന് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ ഇവിടെ നമ്മുടെ അറോറ KR അറോറയുടെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്കിൽ, സോയിൽ മെക്കാനിക്സ് ആൻഡ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജിന്റെ സ്നാപ്പാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിളിൽ വൃത്തിയായിട്ട് കോസ് ഗ്രൈൻഡ് സോയിൽ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും, അതിന്റെ പ്രോപ്പർട്ടി എന്താവും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ കോസ് ഗ്രൈൻഡ് സോയിൽ ആയിട്ടുള്ള ഗ്രൂപ്പിലുള്ള ഏത് സോയിൽ പാർട്ടിക്കിൾ കിട്ടിയാലും അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ്. സോ നൗ വി ആർ ഗോയിങ് ടു പാർട്ടിക്കിൾ സൈസ് അനാലിസിസ്. എന്താണ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ആദ്യം നോക്കാം. ഞാനൊരു സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു സോയിലിലെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് ഒക്കെ ഒരേ സൈസ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ പല സൈസുള്ള പല ഷേപ്പുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ആ സോയിലുണ്ടാവുക. സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പാർട്ടിക്കിൾസ് ഒക്കെ എങ്ങനെയാ ഉള്ളതെന്നാ. ഒരേ സൈസുള്ള പാർട്ടിക്കിൾ ആണോ, പല സൈസുള്ള പാർട്ടിക്കിൾ ആണോ. പല സൈസുള്ള പാർട്ടിക്കിൾ ആണെങ്കിലുള്ള ഗുണം എന്താ, എല്ലാ പോർസും ഫിൽ ആയിട്ടുണ്ടാവും, വോയിഡ് റേഷ്യോ കുറവായിരിക്കും അല്ലെ. ഒരേ സൈസ് ആണെങ്കിൽ വോയിഡ് റേഷ്യോ കൂടുതലായിരിക്കും. സോയിലിന്റെ എല്ലാ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് സോയിലിന്റെ പാർട്ടിക്കിൾസ് ആണ് ബേസിക്കലി അല്ലെ. എന്തൊക്കെ സൈസ് പാർട്ടിക്കിൾ ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് പാർട്ടിക്കിൾ ഉണ്ട്. സോ ബേസിക് പ്രോപ്പർട്ടിയാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. സോ ഇങ്ങനെ സോയിലിൽ ഏതൊക്കെ ടൈപ്പ് പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിൾ എത്ര മാസ്, ആ പാർട്ടിക്കിളിന്റെ മാസ് വൈസ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് എന്ന് പറയാം. സോ നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് സോയിൽ ഹാസ് സോളിഡ് ഗ്രെയിൻസ് ഓഫ് ഡിഫറെന്റ് സൈസസ്. ഇനി ഈ ഡിഫറെന്റ് സൈസസ് ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളത് ഓരോ സൈസും എന്തിനെ ബാധിക്കും, സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ ബാധിക്കും. ഇങ്ങനെ the methods to determine these different sizes of particles by mass is known as particle size analysis. So ഒരു സോയിൽ സാമ്പിളിലെ ഓരോ സൈസിലുള്ള പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന അതിന്റെ മാസ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാം, പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് എന്ന് പറയാം. പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഒന്നാമത്തത് സീവ് അനാലിസിസ്, രണ്ടാമത്തത് സെഡിമെന്റേഷൻ അനാലിസിസ്. ഒരു സോയിൽ സാമ്പിൾ എടുത്ത് ആ സോയിൽ സാമ്പിളിൽ കോസ് ഫ്രാക്ഷൻ, അതായത് കോസ് ഗ്രൈൻഡ് ആയിട്ടുള്ള സോയിലാണ് കൂടുതൽ. കോസ് ഗ്രൈൻഡ് എത്രയായിരുന്നു, 75 മൈക്രോണിന്റെ മേലെ ഉള്ളത് അല്ലെ. സോ 75 മൈക്രോണിന്റെ മേലെയുള്ള സോയിൽ സൈസുള്ള പാർട്ടിക്കിൾസ് ആണ് കൂടുതലെങ്കിൽ അതിന് നമ്മൾ ചെയ്യുന്നത് സീവ് അനാലിസിസ് ആണ്. സീവ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഇനി 75 മൈക്രോൺ താഴെയുള്ളത്, അതായത് ക്ലേ സിൽട്ട് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. 75 മൈക്രോൺ സൈസിനേക്കാൾ കുറവുള്ളതിനാണെങ്കിൽ നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ആണ് ഉപയോഗിക്കുക. സെഡിമെന്റേഷൻ അനാലിസിസ് യൂഷ്വലി ഹൈഡ്രോമീറ്റർ മെത്തേഡും പിപ്പറ്റ് മെത്തേഡും ആണ്. അതിൽ ഹൈഡ്രോമീറ്റർ മെത്തേഡ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. സോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോയിൽ സാമ്പിൾ എടുത്താൽ അതിൽ കോസ് ഫ്രാക്ഷൻ മാത്രമായിരിക്കില്ല, ഫൈൻ ഫ്രാക്ഷൻ മാത്രമായിരിക്കില്ല. ഒരു നോർമൽ സോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മേ കണ്ടെയ്ൻ ബോത്ത് കോസ് ആൻഡ് ഫൈൻ ഫ്രാക്ഷൻ. അതായത് 75 മൈക്രോൺ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും, കുറവുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. സോ ഒരു സോയിൽ എടുത്താൽ അതിന് സീവ് അനാലിസിസ് മാത്രം ചെയ്തു എന്നല്ല, ഒരു സോയിൽ എടുത്താൽ അതിന് സെഡിമെന്റേഷൻ അനാലിസിസ് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നല്ല. ഇൻ നോർമൽ കേസ് നമ്മൾ നോർമൽ സോയിൽ എടുത്താൽ എല്ലാ പാർട്ടിക്കിൾസും ഉള്ളത് കൊണ്ട് വി വിൽ ഹാവ് ടു ഡു ദ കമ്പൈൻഡ് അനാലിസിസ് ഓഫ് സീവ് അനാലിസിസ് ആൻഡ് സെഡിമെന്റേഷൻ അനാലിസിസ്. സോ ഒരു സോയിൽ സാമ്പിളിന്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ ടൈപ്പുള്ള എല്ലാ സൈസുള്ള പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ട് നമുക്ക് സീവ് അനാലിസിസിന്റെയും സെഡിമെന്റേഷൻ അനാലിസിസിന്റെയും കമ്പൈൻഡ് അനാലിസിസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് സീവ് അനാലിസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 75 മൈക്രോണിൽ കൂടെ റീറ്റെയിൻ ചെയ്യുന്ന, അതായത് 75 മൈക്രോണിനേക്കാൾ കൂടുതൽ സൈസുള്ള കോസ് ഗ്രൈൻഡ് സോയിലിന് ഉപയോഗിക്കുന്ന പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സീവ് അനാലിസിസ് മെത്തേഡ്, പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് മെത്തേഡാണ് സീവ് അനാലിസിസ്. സോ ഈ സീവ് അനാലിസിസിന് നമ്മൾ ഉപയോഗിക്കുന്നത് സീവ്സ് ആണ്. സീവ്സ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സീവുകളുണ്ട്, പല സൈസുകളുള്ള ആ സീവ്സ് ഉപയോഗിച്ചാണ് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സീവ് കാണാം. ഓക്കെ, ദീസ് ആർ ദ സീവ്സ്. സോ ഈ സീവിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം അരിപ്പയാണല്ലേ. സോ അരിപ്പ ഒരു നെറ്റ് പോലെ ഇരിക്കുക. സോ ആ നെറ്റിന്റെ നിങ്ങൾക്കറിയാം സ്ക്വയർ ഓപ്പണിങ്സ് ആണ് എല്ലാ സീവിനും ഉണ്ടാവുക. ആ സീവിന്റെ ഒരു സ്ക്വയർ ഓപ്പണിങ്ങിന്റെ സ്ക്വയർ ഓപ്പണിങ്ങിന്റെ സൈസിനെയാണ് നമ്മൾ സീവ് സൈസ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുക. ഇപ്പോൾ 75 മൈക്രോൺ സീവ് എന്ന് പറഞ്ഞാൽ ആ സീവിന്റെ ഒരു സ്ക്വയർ ഓപ്പണിങ്ങിന്റെ സൈസ് 75 മൈക്രോൺ ആയിരിക്കും. സോ 4.25 സീവ് എന്ന് പറഞ്ഞാൽ ആ സീവിന്റെ സ്ക്വയർ ഓപ്പണിങ്ങിന്റെ സൈസ് 4.25 ആയിരിക്കും. സോ അങ്ങനെ നമ്മുടെ IS കോഡ് അനുസരിച്ച് പല സെറ്റ് ഓഫ് സീവ്സ് ഉണ്ട്. ആ സീവ്സ് ഉപയോഗിച്ചാണ് നമ്മൾ സീവ് അനാലിസിസ് നടത്തുക.
ഇനി സീവ് അനാലിസിസ് 2 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഞാനൊരു സോയിൽ സാമ്പിൾ എടുത്തു. ആ സോയിൽ സാമ്പിളിൽ നമുക്കറിയാം സീവ് അനാലിസിസ് 75 മൈക്രോണിന്റെ മേലെയുള്ള സാമ്പിളിനെ എടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് എന്താ ചെയ്യുക, ഒരു 75 മൈക്രോൺ സീവ് എടുത്ത് നമ്മൾ അതിനെ സീവ് ചെയ്യുന്നു. ഓക്കെ, 75 മൈക്രോൺ സീവിൽ സീവ് ചെയ്യുന്നു. സോ 75 മൈക്രോൺ സീവിൽ സീവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സോയിൽ പാസ് ചെയ്യും അല്ലെ. ആ പാസ് ചെയ്യുന്ന സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ, 75 മൈക്രോണിനേക്കാൾ ചെറിയുള്ള സൈസ്. അത് നമ്മളൊരു പാലിൽ കളക്ട് ചെയ്യും. ഇനി 75 മൈക്രോണിന് മേലെയുള്ളത് നമ്മുടെ സീവിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി നോക്കുക, ഈ പാനില് നമുക്ക് കിട്ടിയിട്ടുള്ള സോയിൽ, പാനിൽ അതായത് സി വി കൂടെ പാസ് ചെയ്ത് നമുക്ക് പാനിൽ കിട്ടിയിട്ടുള്ള സോയില് ഈ ടോട്ടൽ സോയിൽ സാമ്പിളിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5% കുറവാണെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഡ്രൈ സീവ് അനാലിസിസ് ആണ്. സോ നമ്മളൊരു സോയിൽ സാമ്പിൾ എടുത്ത് അതിന് 75 മൈക്രോണിൽ സീവ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ പാനിൽ വരുന്ന വെയിറ്റ്, അതായത് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 75 മൈക്രോണിനേക്കാൾ കുറവുള്ള പാർട്ടിക്കിൾസ് 5%, മൊത്തം വെയിറ്റിന്റെ 5% താഴെയാണെങ്കിൽ അതിനെ നമ്മൾ ഡ്രൈ സീവ് അനാലിസിസ് ചെയ്യും. ഇനി അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ വെറ്റ് സീവ് അനാലിസിസ് ചെയ്യും. സോ സീവ് അനാലിസിസ് 2 ടൈപ്പാണുള്ളത്, ഡ്രൈ സീവും വെറ്റ് സീവ് അനാലിസിസും. വെറ്റ് സീവ് അനാലിസിസ് ചെയ്യുന്നത് എപ്പോഴാണ്, 5% കൂടുതൽ ഫൈൻ പാർട്ടിക്കിൾസ് സോയിൽ സാമ്പിൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വെറ്റ് സീവ് അനാലിസിസ് ചെയ്യുക. നമുക്ക് ഡ്രൈ സീവ് അനാലിസിസ് നോക്കാം. സോ ഡ്രൈ സീവ് അനാലിസിസിന് നമ്മൾ ആദ്യം 75 മൈക്രോൺ സീവിൽ റീറ്റെയിൻ ചെയ്യുന്ന സോയിൽ എടുത്തു. അതാണ് കോസ് ഗ്രൈൻഡ് സോയിൽ അല്ലെ. ഇനി അതിനെ 4.75 mm സീവിൽ ഞാൻ അരിക്കാൻ പോവാം. സോ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് പറയാൻ പോകുന്നത്. സോ 4.75 mm സീവിൽ ഞാൻ അരിക്കുന്നു. 4.75ന്റെ പ്രത്യേകത എന്തായിരുന്നു, ദാറ്റ് ഈസ് ഡിമാർക്കേഷൻ ബിറ്റ്വീൻ സാൻഡ് ആൻഡ് ഗ്രേവൽ അല്ലെ. 4.75 mm റീറ്റെയിൻ ചെയ്യുന്ന സാൻഡാണ്, പാസ് ചെയ്യുന്നത് ഗ്രേവലാണ് അല്ലെ. സോ 4.75 mm റീറ്റെയിൻ ചെയ്യുന്ന സോയിലില് ഞാൻ എന്ത് വിളിക്കുന്നു, ഗ്രേവൽ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു. 4.75 mm കൂടെ പാസ് ചെയ്യുന്ന സോയിലിനെ ഞാൻ എന്ത് വിളിക്കുന്നു, സാൻഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഗ്രേവൽ ഫ്രാക്ഷൻ സോയില് ഞാൻ സീവ് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ട ഒരു സെറ്റ് ഓഫ് സീവ്സ് ഉണ്ട്, IS സീവ്സ് ഉണ്ട്. ആ സെറ്റ് ഓഫ് സീവ്സ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. 80 mm സീവ്, 40 mm സീവ്, 20 mm സീവ്, 10 mm സീവ്, 4.75 mm. സോ ഗ്രേവൽ ഫ്രാക്ഷൻ, അതായത് 4.75 mm കൂടുതൽ സൈസുള്ള പാർട്ടിക്കിള് സീവ് അനാലിസിസിൽ സീവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സെറ്റ് ഓഫ് സീവ്സ് ആണ്. ഇതുപോലെ സാൻഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 4.75 mm പാസ് ചെയ്യുന്ന സോയിൽ. സോ സാൻഡ് ഫ്രാക്ഷൻ സീവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും സെറ്റ് ഓഫ് സീവ്സ് ആണ്. 2 mm സീവ്, 1 mm സീവ്, 600 മൈക്രോൺ, 425 മൈക്രോൺ, 212 മൈക്രോൺ, 150 മൈക്രോൺ, 75 മൈക്രോൺ. സോ കോസ് ഗ്രെയിൻ സോയിലിനെ നമ്മൾ റീറ്റെയിൻ ചെയ്താൽ അതിന് 4.75 റീറ്റെയിൻ ചെയ്താൽ അതിന് ഗ്രേവൽ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു. പാസ് ചെയ്താൽ സാൻഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു. അതിൽ രണ്ടിലും ഓരോ സെറ്റ് സീവ്സ് ഉണ്ട്. ഓക്കെ, ഇനി സീവ് അനാലിസിസിന്റെ പ്രോസസ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സോയിൽ എടുക്കുക. നമ്മൾ നേരത്തെ വാട്ടർ കണ്ടന്റ് പറഞ്ഞപ്പോൾ ഒരു സ്പെസിഫിക് ഒരു സ്പെസിഫിക് ടെസ്റ്റിന് സൈസ് അനുസരിച്ച് നമ്മൾ സ്പെസിഫിക് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യാൻ കോഡിൽ റിക്വയർമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ സീവ് അനാലിസിസ് ചെയ്യുമ്പോഴും പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച്, സോയിലിന്റെ പാർട്ടിക്കിളിന്റെ സൈസ് അനുസരിച്ച് എത്ര സോയിൽ വേണമെന്ന് ഒരു കണക്കുണ്ട്. അത് നമുക്ക് കോഡിൽ നിന്ന് കിട്ടും. സോ ആ കണക്കനുസരിച്ച് നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് സോയിൽ എടുക്കുന്നു. ആ സോയിൽ ഓവൻ ഡ്രൈ ആയിരിക്കണം. ആ സോയിലിൽ എന്തെങ്കിലും ലെംസ് ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടുണ്ടാവണം. സോ കട്ടയായിട്ടിരിക്കാൻ പാടില്ല, പൊടിക്കണം. നമ്മൾ സീവ് അനാലിസിസ് ആണ് ചെയ്യുന്നത്, അതായത് പാർട്ടിക്കിൾ സൈസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കട്ടയായിട്ട് എടുത്താൽ നമ്മുടെ റിസൾട്ട് തെറ്റായിരിക്കും. സോ അങ്ങനെയുള്ള സാധനത്തിന് ആദ്യം പൾവറൈസ് ചെയ്യുക, അതായത് പൊടിച്ചെടുത്തിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യുക. സോ ഓവൻ ഡ്രൈ സാമ്പിൾ എടുക്കുക, അത് ഷുഡ് ബി ഫ്രീ ഓഫ് ലംസ്. എന്നിട്ട് അതിന്റെ കോസ് ഫ്രാക്ഷനും ഗ്രേവൽ ഫ്രാക്ഷനും സാൻഡ് ഫ്രാക്ഷനും സെപ്പറേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടു 4.75 mm സീവ് ഉപയോഗിച്ച് അടിച്ചു കഴിഞ്ഞാൽ റീറ്റെയിൻ ചെയ്യുന്ന കോസ് ഫ്രാക്ഷൻ ആണ്, പാസ് ചെയ്യുന്നത് സാൻഡ് ഫ്രാക്ഷൻ ആണ്. സോ നമുക്ക് 2 ഫ്രാക്ഷൻ കിട്ടി. ഇനി അതിൻ്റെ അകത്ത് കോസ് ഫ്രാക്ഷൻ എടുക്കുക. നമ്മൾ സീവ് സെറ്റ് ചെയ്യുന്ന ഇങ്ങനെ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു സെറ്റ് ഇല്ല, ഗ്രേവൽ ഫ്രാക്ഷൻ ആണെങ്കിൽ ഇത്രയും ടൈപ്പ് ഓഫ് സീവ് ഉണ്ട്, 80 mm 40 mm എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് സീവ്സ് ഉണ്ട്. അതിന്റെ മുകളിൽ നമ്മളൊരു ലിഡ് വെക്കും, താഴെ ഒരു പാൻ വെക്കും. ഓക്കെ, മുകളിൽ ലിഡ്, താഴെ പാൻ. എന്നിട്ട് വലുത് മുതൽ ചെറുത് വരെ താഴോട്ട്, വലിയ ഏറ്റവും മുകളിൽ 80 mm സൈസ് ആയിരിക്കും, അങ്ങനെ ഏറ്റവും താഴെ 4.75 ആയിരിക്കും. നമ്മൾ ഗ്രേവൽ ഫ്രാക്ഷൻ എടുക്കുന്നത്. സോ 80 mm തൊട്ട് 4.75 വരെ
വലുത് മുതൽ ചെറുത് വരെയുള്ള ഓർഡറിൽ നമ്മൾ അടുക്കി വെക്കുന്നു. അതിന്റെ താഴെ പാൻ വെക്കുന്നു, മേലെ ലിഡ് വെക്കുന്നു. ഓക്കെ. ഇനി പാനും ലിഡും ഇതാണ്. ലിഡ് എന്ന് പറഞ്ഞാൽ ഒരു അടപ്പ്, മേലെ പാൻ എന്ന് വെച്ചാൽ സീവിന്റെ അതേ സൈസിലുള്ള എന്നാൽ താഴെ അരിപ്പ് ഇല്ലാത്ത ഒരു പാത്രം, അതാണ് പാൻ. മേലെ വെക്കുന്നത് ലിഡ്. ഓക്കെ. എന്നിട്ട് ഇത് നമ്മൾ ഇനി ഷേക്ക് ചെയ്യാൻ പോകും. ഷേക്കിംഗ് ആണ് സീവ് അനാലിസിസിൽ ചെയ്യുക. ഗ്രേവൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഐദർ മാനുവലി ചെയ്യാം, ഹാൻഡ് ഷേക്കിംഗ് ചെയ്യാം, മെക്കാനിക്കൽ ഷേക്കർ ചെയ്യാം. മെക്കാനിക്കൽ ഷേക്കർ ആണെങ്കിൽ യൂഷ്വലി 10 minutes ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. സോ ഗ്രേവൽ ഫ്രാക്ഷനിൽ നമ്മൾ ഷേക്ക് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ അടുക്കി വെച്ചു, എന്നിട്ട് ഗ്രേവൽ ഫ്രാക്ഷൻ സീവ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ ഓരോ സീവും നമ്മൾ സീവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നു. ആ സീവിൽ ഓരോ സീവിലും റിട്ടേൺ ചെയ്യുന്ന സോയിലിന്റെ വെയിറ്റ്. സോ 80 mm എത്ര റിട്ടേൺ ചെയ്യുന്നു, 40 mm എത്ര റിട്ടേൺ ചെയ്യുന്നു, 4.75 mm എത്ര റിട്ടേൺ ചെയ്യുന്നു പറഞ്ഞ് മാസ് എടുത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. സോ അടുത്ത സ്റ്റെപ്പിൽ ടേക്ക് ദ മാസ് ഓഫ് സോയിൽ റിട്ടേൺ ഓൺ ഈച്ച് ഓഫ് ദ സീവ്സ്. ഇനി നമ്മളിപ്പോൾ ഏത് സാമ്പിളാണ് ചെയ്ത് ഗ്രേവൽ ഫ്രാക്ഷൻ ചെയ്തു. ഇതുപോലെ അടുത്ത സെറ്റ് ഓഫ് സീവ്സ് എടുക്കുക. അതിൽ സാൻഡ് ഫ്രാക്ഷൻ ഇതുപോലെ സീവ് ചെയ്യുക. സാൻഡ് ഫ്രാക്ഷൻ സീവ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി മെക്കാനിക്കലാണ് ഉപയോഗിക്കുന്നത്. മറ്റേത് വലിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് സീവിങ് എളുപ്പമാണ്. ഇത് ചെറിയ പാർട്ടിക്കിൾസ് ആണ് അല്ലേ. 4.75 mm പാസ് ചെയ്യുന്ന 75 മൈക്രോണിൽ റിട്ടേൺ ചെയ്യുന്ന സാധനമാണ് സാൻഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ചെറിയ സൈസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ മെക്കാനിക്കൽ ഷേക്കർ ഉപയോഗിച്ച് 10 minute ഷേക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ വെയിറ്റ് എടുക്കുന്നു. ആ മാസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇതാണ് ഡ്രൈ സീവ് അനാലിസിസ്. എന്നിട്ട് നമ്മളൊരു ടേബിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട്, ആ ടേബിളിനെ കുറിച്ച് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം സാൻഡ് ഫ്രാക്ഷനും ഗ്രേവൽ ഫ്രാക്ഷനും ആക്കുന്നു. എന്നിട്ട് ഗ്രേവൽ ഫ്രാക്ഷനെ സീവ് ചെയ്യുന്നു. ഓരോ സീവിലും റിട്ടേൺ ചെയ്യുന്നതിന്റെ മാസ് എടുക്കുന്നു. നെക്സ്റ്റ് സാൻഡ് ഫ്രാക്ഷൻ ഇതുപോലെ സീവ് ചെയ്യുന്നു. ഓരോ സീവിലും റിട്ടേൺ ചെയ്യുന്നതിന്റെ മാസ് എടുക്കുന്നു. ഇതാണ് ഡ്രൈ സീവ് അനാലിസിസ്. ഇനി എന്താണ് വെറ്റ് സീവ് അനാലിസിസ്? നേരത്തെ പറഞ്ഞു 75 മൈക്രോൺ സീവിൽ കൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഉണ്ടാവും ഏത് സോയിൽ സാമ്പിൾ എടുത്താലും. അതിൽ 5%-നേക്കാൾ കൂടുതൽ, ടോട്ടൽ മാസിന്റെ 5%-നേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനെ വെറ്റ് സീവ് അനാലിസിസ് ചെയ്യും. എന്തിനാണ് വെറ്റ് സീവ് അനാലിസിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഇതിൽ കൂടുതലുള്ളത് കോസ് ഗ്രൈൻഡ് സോയിലാണ്. 5% to 10% ആണ് ഫൈൻ പാർട്ടിക്കിൾസ് ഉള്ളതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സീവ് അനാലിസിസ് തന്നെയാണ്. പക്ഷെ സീവ് അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ഫൈൻ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് ആ ഫൈൻ പാർട്ടിക്കിൾസ് നമ്മുടെ വലിയ പാർട്ടിക്കിൾസുമായിട്ട് മിങ്കിൾ ചെയ്ത്, എന്ന് വെച്ചാൽ ജോയിൻ ചെയ്ത് കമ്പൈൻഡ് ആയിട്ട് അടുക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. സോ ഈ ഫൈൻ ആയിട്ടുള്ളത് 75 മൈക്രോണിൽ കുറവുള്ള ചെറിയ പൊടിയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടിയാണ് വെറ്റ് സീവ് അനാലിസിസ് ഉപയോഗിക്കുക. പർപ്പസ് ഈസ് ടു റിമൂവ് ഓൾ പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ 75 മൈക്രോൺ. ഓക്കെ. ഇനി ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റേജിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സോയിൽ സാമ്പിൾ എടുത്തു. ആ സോയിൽ സാമ്പിൾ ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തതായിരിക്കണം, ലെംസ് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സോയിൽ സാമ്പിൾ നമ്മൾ എടുത്തു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സോയിൽ സാമ്പിളിൽ ഒരു പാത്രം എടുത്ത് വെള്ളത്തിൽ മുക്കി വെക്കുക. സോയിൽ സാമ്പിളിൽ പാത്രം എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഇനി വല്ലാതെ പാർട്ടിക്കിൾസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഉള്ളതെങ്കിൽ അതിനെ ഫ്ലോക്കുലേറ്റ് ചെയ്യും. ഡീഫ്ലോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജൻസ്, ഡീഫ്ലോക്കുലേറ്റിംഗ് ഏജൻസ് ആഡ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ്. അത് ഉപയോഗിച്ച് നമുക്ക് ഡീഫ്ലോക്കുലേറ്റ് ചെയ്യാം. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത്രയാണ് ചെയ്യുന്നത്. നമ്മൾ സോയിൽ സാമ്പിൾ എടുത്തതിനെ വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുന്നു. മിനിമം 1 മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 75 മൈക്രോൺ സീവ് നമ്മൾ എടുത്തു. 75 മൈക്രോൺ സീവിൽ നമ്മളിപ്പോൾ വെള്ളം മുക്കി വെച്ചിരിക്കുന്ന സാധനം 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. സോ ആ സ്ലറി എടുത്തിട്ട് 75 മൈക്രോൺ സീവിലോട്ട് ഒഴിച്ച് അതിൻ്റെ അകത്തോട്ട് ജെറ്റ് ഓഫ് വാട്ടർ, നമ്മളൊരു പൈപ്പ് തുറന്ന് വെള്ളം പാസ് ചെയ്യിക്കുന്നു. ഓക്കെ. സോ നമ്മൾ മിക്സ് ചെയ്ത് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ച സോയിൽ സാമ്പിൾ 75 മൈക്രോണിൽ എടുത്ത് അതിൻ്റെ അകത്തൂടെ അരിക്കുന്നു. അതിൽ വാട്ടർ ജെറ്റ് ഓഫ് വാട്ടർ നമ്മൾ ഒഴിക്കുന്നു. അങ്ങനെ ഒഴിച്ചൊഴിച്ച് ഒരു സ്റ്റേജിൽ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന വെള്ളത്തിന് ക്ലിയർ വാട്ടർ ആയിരിക്കും അല്ല. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ചെളിയൊക്കെ പോയി ക്ലിയർ വാട്ടർ ആയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. സോ സ്റ്റെപ്പ് 3 നമ്മൾ 75 മൈക്രോൺ സീവിൽ കൂടെ സ്ലറി വാഷ് ചെയ്യുന്നു അണ്ടിൽ ദ വാട്ടർ ബിക്കംസ് ക്ലിയർ. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 75 മൈക്രോണിൽ ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഈ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ പോയി കൃത്യമായിട്ട് 75 മൈക്രോണിനേക്കാൾ കൂടുതൽ സൈസുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും നനഞ്ഞിട്ടുണ്ടാവും. ആ നനഞ്ഞിരിക്കുന്ന 75 മൈക്രോൺ സീവിൽ റിട്ടേൺ ചെയ്യുന്ന പാർട്ടിക്കിൾസിനൊക്കെ എടുത്ത് നമ്മൾ ചൂടാക്കുന്നു. ഓക്കെ. അങ്ങനെ ഓവനിൽ വെച്ച് ചൂടായി കിട്ടുന്ന ഡ്രൈ സോയിലിൽ നമ്മൾ എന്ത് ചെയ്യണം,
വീണ്ടും ഡ്രൈ സീവ് അനാലിസിസ് ചെയ്യാം. സോ വെറ്റ് സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈ സീവ് അനാലിസിസിന് വേണ്ടി ആ സോയിൽ സാമ്പിളിൽ ഒരുക്കുകയാണ് ചെയ്ത് വെച്ചിരിക്കും. സോ എന്താണ് അതിന് വേണ്ടി ചെയ്യേണ്ടത്? 5% കൂടുതൽ ഫൈൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു എന്ന് വെച്ചാൽ ഫൈൻ ഫ്രാക്ഷൻ അല്ല, എന്ന് വെച്ചാൽ ഫൈൻ ഗ്രേഡ് സോയിൽ സെഡിമെന്റേഷൻ അനാലിസിസിലോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള സീവ് അനാലിസിസ് തന്നെയാണ്, പക്ഷെ ഫൈൻ കുറച്ച് കൂടുതലാണ്. സോ അതിനുവേണ്ടി ആ ഫൈൻ പാർട്ടിക്കിൾസ് നമുക്ക് ഒഴിവാക്കണം. അതിനുവേണ്ടിയാണ് വെറ്റ് സീവ് അനാലിസിസ് ചെയ്യുന്നത്. അതിലാകെ ആദ്യം വാട്ടറിൽ സോക്ക് ചെയ്തു. വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് ഡീഫ്ലോക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 75 മൈക്രോൺ സീവിലൂടെ അരിക്കുന്നു. ഫ്രഷ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് അരിക്കുക. ആ സമയത്ത് ക്ലിയർ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ സോയിൽ സാമ്പിൾ എടുത്ത് ഡ്രൈ ചെയ്ത് അതിനെ ആ ഡ്രൈ ചെയ്തെടുത്ത സോയിൽ സാമ്പിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 4 സ്റ്റെപ്പുള്ള ഡ്രൈ സീവ് അനാലിസിസ് ഒരിക്കൽ കൂടി ചെയ്തിട്ട് 2 മാസം കോസ് ഫ്രാക്ഷന്റെയും ഫൈൻ ഫ്രാക്ഷന്റെയും മാസസ് കണ്ടുപിടിക്കുന്നു. ഇനി ഈ മാസസ് കണ്ടുപിടിച്ച് നമ്മളൊരു ഒബ്സർവേഷൻ ടേബിൾ എഴുതണം. ആ ഒബ്സർവേഷൻ ടേബിളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. സൈസ്, സോയിൽ റീറ്റൈൻഡ്, ക്യുമുലേറ്റീവ് സോയിൽ റീറ്റൈൻഡ്, പെർസെൻറ്റേജ് റീറ്റൈൻഡ്, ക്യുമുലേറ്റീവ് റീറ്റൈൻഡ്, പെർസെൻറ്റേജ് ഫൈൻ. സോ ഇത് ഓരോന്നും എന്താണെന്ന് കാണാം. സോ നമ്മൾ ഡ്രൈ സീവ് അനാലിസിസ് ചെയ്തപ്പോൾ കോസ് ഫ്രാക്ഷൻ എടുത്തു. കോസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 4.75 mm വരെ അല്ലേ. അതിൽ ഓരോ സീവിലും റീറ്റൈൻ ചെയ്യുന്നതിന്റെ മാസ് എടുത്തിട്ടുണ്ട്. സോ 80 mm റീറ്റൈൻ ചെയ്തതിനെ ഞാൻ M1 എന്ന് വിളിക്കുന്നു. 40 mm റീറ്റൈൻ ചെയ്തതിനെ M2 എന്ന് വിളിക്കുന്നു. അങ്ങനെ ഓരോന്നിനെയും വിളിച്ച് M14 പാനിലുള്ളത് M14 വരെ പേര് വിളിക്കും. ഇത്രയുമാണ് നമുക്ക് എക്സ്പെരിമെന്റ് വഴി കിട്ടിയ മാസ്. ഇനി ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പെർസെൻറ്റേജ് റീറ്റൈൻ. പെർസെൻറ്റേജ് റീറ്റൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സീവ് എടുത്തു. ഫോർ എക്സാമ്പിൾ 80 mm സീവ് എടുത്തു. 80 mm സീവിൽ റീറ്റൈൻ ചെയ്തത് ടോട്ടൽ മാസിന്റെ എത്ര ശതമാനമാണ്? സോ ടോട്ടൽ മാസ് M1 + M2 + M3, ടോട്ടൽ മാസ് M ആണെന്ന് വിചാരിക്കുക. സോ ടോട്ടൽ മാസ് എമ്മിന്റെ എത്ര ശതമാനമാണ് 80 mm സീവിൽ റീറ്റൈൻ ചെയ്തത്? അതാണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. സോ പെർസെൻറ്റേജ് റീറ്റൈൻ. സോ P1 = M1 / M × 100, P2 = M2 / M × 100, P3 = M3 / M × 100. സോ 600 മൈക്രോൺ സീവ് എടുത്തു കഴിഞ്ഞാൽ 600 മൈക്രോൺ സീവിൽ എത്രയാണ് റീറ്റൈൻ ചെയ്തത്? ഏതിന്റെ? ടോട്ടൽ മാസിന്റെ. അങ്ങനെ എഴുതി കഴിഞ്ഞ് ഓരോന്നിന്റെയും P1 to P14 വരെ നമ്മൾ എഴുതുന്നു. ഇതാണ് പെർസെൻറ്റേജ് റീറ്റൈൻ. അടുത്തത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റൈൻ. ഇപ്പം ഞാൻ കാൽക്കുലേഷൻ പറയും, എന്നിട്ട് എന്താണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. സോ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഞാൻ ഒരു സീവ് സൈസ് എടുത്താൽ ആ സീവ് സൈസിന്റെ മുകളിലോട്ടുള്ള എല്ലാ സൈസും കൂടെ കൂട്ടിയിട്ടുള്ള മാസ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം 1 mm സീവ് എടുത്തു. 1 mm സീവ് എടുത്താൽ 1 mm മുകളിലുള്ള എല്ലാ സീവിലും, സോ 2 mm, 4.75, 10 mm, 20 mm, 40 mm, 80 mm ഇത്രയും സീവിൽ റിട്ടേൺ ചെയ്തിരിക്കുന്ന സോയിലിന്റെ ടോട്ടൽ പെർസെൻറ്റേജ് ആണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് പറയാം. സോ 80 mm ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്തായിരിക്കും? P1 തന്നെ ആയിരിക്കും അല്ലെ. C1 = P1. P2 എന്ന് പറഞ്ഞാൽ 40 mm. 40 mm മുകളിൽ ഏതൊക്കെയുണ്ട്? 40 mm, 80 mm ഉണ്ട്. സോ P1 + P2 ആയിരിക്കും അതിന്റെ ക്യുമുലേറ്റീവ്. 3 P1 + P2 + P3. അടുത്ത് P1 + P2 + P4. അങ്ങനെ അവസാനം പാനിലുള്ളത് P1 + P2 + P3 + 4 എക്സെട്ര അപ് ടു P15. ഇത് എത്രയായിരിക്കും? ആലോചിച്ച് നോക്കി. സോ പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജിന്റെ ടോട്ടൽ 100% ആയിരിക്കും. സോ ഇവിടെ തൊട്ട് ആഡ് ചെയ്ത് വരുമ്പോൾ പാനിലുള്ളതെന്ന് വെച്ചാൽ എല്ലാം കൂടെ അവസാനം ഉള്ള സോയിൽ പാർട്ടിക്കിൾസ് അടക്കം ഉള്ളതാണ്. അതിന്റെ മുകളിലോട്ടുള്ളതെന്ന് വെച്ചാൽ ടോട്ടൽ സോയിൽ സാമ്പിളിന്റെ മാസമാണ്. സോ ഇറ്റ് വിൽ ബി 100%. അതൊരു ചെക്കായിട്ട് നമുക്ക് ഉപയോഗിക്കും. സോ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റിട്ടേൺ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സീവ് സൈസ് എടുത്താൽ ആ സീവ് സൈസിന്റെ മുകളിലോട്ടുള്ള ആ സീവ് സൈസിനേക്കാൾ കൂടുതൽ അല്ലെ, ആ സീവ് സൈസിനേക്കാൾ വലിയ പാർട്ടിക്കിൾസിലുള്ള ടോട്ടൽ മാസാണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റിട്ടേൺ. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് ഫൈനർ ആണ്. സോ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ സീവ് സൈസിനേക്കാൾ കൂടുതൽ എത്രയുണ്ടെന്നായിരുന്നു. സോ പെർസെൻറ്റേജ് ഫൈനർ എന്ന് വെച്ചാൽ ആ സീവ് സൈസിനേക്കാൾ കുറവ് എത്രയാണ്, അതായത് ആ സീവിൽ കൂടെ പാസ് ചെയ്യുന്ന എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുക. സോ ഒന്നാമത്തെ 80 mm എത്രയായിരിക്കും? 100 - C1. അടുത്ത് 100 - C2, 100 - C3, അങ്ങനെ 100 - C13 വരെ. പാനിന്റെ നമുക്ക് ആവശ്യമില്ല, പാനിൽ കൂടെ ഒന്നും പാസ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് 0. സോ ഇറ്റ്സ് ഇറലവന്റ് അല്ലേ. സോ പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറഞ്ഞാൽ ഒരു സീവ് സൈസ് എടുത്താൽ ആ സീവ് സൈസിൽ കൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ മാസാണ് പെർസെൻറ്റേജ്. പാർട്ടിക്കിൾസിന്റെ മാസിന്റെ പെർസെൻറ്റേജ്, ടോട്ടലിൽ എത്ര പാസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ പെർസെൻറ്റേജ് ആണ് എന്ത്? പെർസെൻറ്റേജ് ഫൈനർ. ഇനി നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ ചെയ്യുന്നത് ഒരു ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് സെമി ലോഗ് ഗ്രാഫ് ആണ്. അതായത് എക്സ് ആക്സിസിൽ യൂഷ്വൽ ആക്സിസും
സോറി എക്സ് ആക്സിസിൽ ലോഗ് ആക്സിസും വൈ ആക്സിസിൽ യൂഷ്വൽ ആക്സിസും. എക്സ് ആക്സിസിലുള്ള പാർട്ടിക്കിൾ സൈസ് ആണ്, വൈ ആക്സിസിലുള്ളത് പെർസെൻറ്റേജ് ഫൈനർ ആണ്. അങ്ങനെയുള്ള വരയ്ക്കുന്ന ഗ്രാഫിനെ നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയും. ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവാണ് സീവ് അനാലിസിസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയും. ആ കർവിന്റെ ഷേപ്പ് വെച്ച് നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്യും. അതിനകത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് ക്വാണ്ടിറ്റീസ് വെച്ച് ഷേപ്പും സോയിലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറയും. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ സാധനങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഒന്നാമത് കുമുലേറ്റീവ് പെർസെൻറ്റേജ് റിട്ടേൺ ആയിരുന്നു. ഞാൻ അവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആ ഫിഗറിൽ നോക്കുക. XMM എന്ന് പറഞ്ഞ സൈസുള്ള ഒരു സീവ് ആണെങ്കിൽ ആ XMM സീവ് സൈസിലുള്ള ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ അതിനേക്കാൾ മുകളിൽ, ഇതാണ് അതിന്റെ ബൗണ്ടറി അല്ലേ, അതിനേക്കാൾ മുകളിൽ ഉള്ള ടോട്ടൽ സീവുകളിലുള്ള റിട്ടേൺ ചെയ്ത സോയിലിന്റെ മാസാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്ന സൈസിനേക്കാൾ കൂടുതൽ, എക്സിനേക്കാൾ കോഴ്സർ ആയിട്ടുള്ള സോയിൽ സാമ്പിളിന്റെ മാസ്, അതിന്റെ പെർസെൻറ്റേജ്. സോ ടോട്ടലിൽ എത്ര പെർസെൻറ്റേജ് ആണ് XMM-നേക്കാൾ കൂടുതലുള്ളത് എന്നാണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് വെയിറ്റ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് പാർട്ടിക്കിൾസ് ലാർജർ ദാൻ XMM. ഓക്കെ, അടുത്തത് പെർസെൻറ്റേജ് ഫൈനർ ഓർ പെർസെൻറ്റേജ് പാസിംഗ്. അത് എന്തിന്റെ മെഷർ ആയിരിക്കും? അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആ സൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് ആ സൈസിനേക്കാൾ കുറവ് എന്ന് വെച്ചാൽ ആ സീവ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 60 mm സൈസിന്റെ പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറഞ്ഞാൽ 60 mm സീവ് എടുത്തു കഴിയുമ്പോൾ ഒരു സോയിൽ സാമ്പിളിൽ ടോട്ടൽ ആ സോയിൽ സാമ്പിൾ എടുത്ത് സീവ് ചെയ്ത് കഴിയുമ്പോൾ 60 mm കൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ അതിന്റെ ടോട്ടൽ മാസ് ഇൻറ്റു 100. അതായത് ടോട്ടൽ മാസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ആ സീവിൽ കൂടെ പാസ് ചെയ്യുന്നതിനുള്ള അളവാണ് പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ സൈസ് XMM. ഓക്കെ, ഇനി സ്മോളർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് ഫൈനർ അല്ലെ, അതിനേക്കാൾ ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. സോ XMM-നേക്കാൾ ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ പെർസെൻറ്റേജ് ആണ് ഈ പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് പെർസെൻറ്റേജ് ഫൈനർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് പാസിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പെർസെൻറ്റേജ് ഫൈനർ വെച്ച് Y ആക്സിസിലും X ആക്സിസിലും സൈസ് ഓഫ് പാർട്ടിക്കിൾ വെച്ചും പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിന്റെ പേരാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെമി ലോഗ് ഗ്രാഫാണിത്. ഇതിന്റെ X ആക്സിസിൽ ലോഗ് സ്കെയിലില്, Y ആക്സിസിൽ യൂഷ്വൽ സ്കെയിലായിരിക്കും. സോ ഇവിടെ ഒരു പ്ലോട്ടിന്റെ സൈസ് നമ്മൾ വരച്ച ഒരു എക്സാമ്പിൾ ആണിത്. അതിന്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് കാണാം. ഈ ഷേപ്പ് വെച്ച് ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് കുറെ കോഎഫിഷ്യൻസ് നമ്മൾ കണ്ടുപിടിക്കും. ആ കോഎഫിഷ്യൻസ് വെച്ച് ആ സോയിലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, എത്ര ഗ്രേഡിംഗ് ഉള്ള സോയിലാണെന്നൊക്കെ. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കാണും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ അകത്ത് നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന വാല്യൂസും കോഎഫിഷ്യൻ്റും ഒക്കെ എങ്ങനെയാണ് സോയിൽ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 75 മൈക്രോൺ സീവിനേക്കാൾ കൂടുതലുള്ള സോയിലിനെ എങ്ങനെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് 75 മൈക്രോണിനേക്കാൾ താഴെയുള്ള സോയിലിനെ എങ്ങനെ പാർട്ടിക്കിൾ സൈസ് സെപ്പറേറ്റ് ചെയ്തെടുത്ത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആയിരിക്കും. അതിന് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ആണ് പഠിക്കുന്നത്. So we will see in the next class dealing with the sedimentation analysis. Thank you.